രാജ്ഭവനിലെ ഔദ്യോഗിക പരിപാടികളിൽ കാവിക്കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രം ഒഴിവാക്കും. പ്രോട്ടോകോൾ പ്രശ്നത്തിന് ഉപരിയായി ഭാരതാംബയെ വിവാദ കേന്ദ്രമാക്കാൻ താൽപര്യമില്ലെന്ന വിശദീകരണമാണ് രാജ്ഭവൻ നൽകുന്നത്. രാജ്ഭവനിൽ നടത്തുന്ന മറ്റ് പരിപാടികളിൽ നിലവിളക്ക് കൊളുത്തുന്നതും ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തുന്നതും തുടരും. രാജ്ഭവനിൽ ഗവർണറുടെ സ്വകാര്യ മുറിയിൽ RSS സ്ഥാപക നേതാക്കളായ ഹെഡ്ഗേവാറിന്റെയും ഗോൾവാക്കറുടെയും ചിത്രങ്ങളും സ്ഥാപിച്ചു. പരിസ്ഥിതി ദിനത്തിൽ രാജ്ഭവനിൽ നടത്താനിരുന്ന പരിപാടിയിൽ കാവിക്കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തണമെന്ന രാജ്ഭവന്റെ നിലപാടിനെ തുടർന്നാണ് മന്ത്രി പി പ്രസാദ് പരിപാടി ഉപേക്ഷിച്ചത്. പ്രോട്ടോകോൾ ലംഘനം കാരണമാണ് പരിപാടിയിൽ നിന്ന് കൃഷിവകുപ്പ് വിട്ടുനിന്നതെന്ന് രാജ്ഭവനെ അറിയിക്കുകയും ചെയ്തു. എന്നാൽ കാവിക്കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ നിലവിളക്ക് കൊളുത്തി പുഷ്പാർച്ചന നടത്തിയാണ് രാജ്ഭവനിലെ പരിസ്ഥിതി ദിന പരിപാടികൾ നടത്തിയത്. രാജ്ഭവനിലെ ചടങ്ങുകൾ നടക്കുന്ന വേദിയിൽ നിന്ന് ഭാരതാംബയുടെ ചിത്രം മാറ്റില്ലെന്ന നിലപാട് ഗവർണർ കൈക്കൊണ്ടതോടെ അത് സംസ്ഥാന സർക്കാരുമായുള്ള ഊഷ്മള ബന്ധത്തെ ബാധിക്കുന്ന സാഹചര്യമുണ്ടായി. ഈ വിവാദം തുടരാൻ താൽപര്യമില്ലെന്ന് വ്യക്തമാക്കിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഭാരതമാതാവെന്ന സങ്കല്പം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അടയാളമല്ലെന്നും പറഞ്ഞിരുന്നു. രാജ്ഭവൻ ഓഡിറ്റോറിയത്തിലെ ഭാരതാംബയുടെ ചിത്രം മാറ്റാത്തതുമൂലം സംസ്ഥാന സർക്കാരുമായി സഹകരിച്ച് ഇനി ഔദ്യോഗിക പരിപാടികൾ നടത്താനാകാത്ത സാഹചര്യം ഉണ്ടാകുമെന്ന ആശങ്കകൾക്കിടെയാണ് നിലപാട് മാറ്റത്തിന് രാജ്ഭവൻ തയ്യാറാകുന്നത്. സത്യപ്രതിജ്ഞകൾ അടക്കമുള്ള ഔദ്യോഗിക പരിപാടികളിൽ കാവിക്കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രം ഉണ്ടാകില്ല. അതേസമയം രാജ്ഭവന്റെ നേതൃത്വത്തിലോ മറ്റ് സംഘടനകളുമായി സഹകരിച്ചോ നടത്തുന്ന പരിപാടികളിൽ നിലവിളക്ക് കൊളുത്തുന്നതും ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തുന്നതും തുടരും. ഇതിനിടയിൽ ഗവർണറുടെ സ്വകാര്യ മുറിയിൽ RSS സ്ഥാപകൻ ഡോക്ടർ ഹെഡ്ഗേവാർ, ഗുരുജി ഗോൾവാക്കർ എന്നിവരുടെ ചിത്രങ്ങൾ കാവിക്കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രത്തിന് ഇരുവശങ്ങളിലുമായി സ്ഥാപിച്ചു. പ്രോട്ടോകോൾ പ്രകാരം രാജ്ഭവനിലെ ഗവർണറുടെ ഓഫീസിലും സന്ദർശക മുറിയിലും രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി, രാഷ്ട്രപതി, പ്രധാനമന്ത്രി എന്നിവരുടെ ചിത്രങ്ങൾ മാത്രമേ വെച്ചിട്ടുള്ളൂ. സർദാർ വല്ലഭായ് പട്ടേലിന്റെ ചിത്രവും സന്ദർശക മുറിയിലുണ്ട്. രാജ്ഭവനിൽ RSS നേതാക്കളുടെ ചിത്രങ്ങൾ വെച്ചതിനെതിരെ SFI രാജ്ഭവനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.